ബാങ്കിങ് സബ്ജക്റ്റിലെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണിത്. അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓൺ സെക്യൂരിറ്റീസ്. അതായത് ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്ന സമയത്ത് സാധാരണ ബാങ്കുകളൊക്കെ ബോറോവറുടെ കയ്യിൽ നിന്നും സെക്യൂരിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ ലോൺ എടുക്കുന്ന വ്യക്തി ആ ലോൺ തിരിച്ചടക്കുമെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ഇത്തരം സെക്യൂരിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വാങ്ങിയ ആൾ, ലോൺ എടുത്ത ആൾ ആ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അത് ബാങ്കിന് വലിയൊരു നഷ്ടമായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ബാങ്കുകൾ എന്ത് ചെയ്യും, ഈ ബോറോ ചെയ്യുന്ന ആൾക്കാരോട്, അതായത് കടം വാങ്ങുന്ന ആൾക്കാരോട് സാധാരണ സെക്യൂരിറ്റീസ് ചോദിക്കും. അവർ തിരിച്ചടച്ചില്ലെങ്കിൽ ആ സെക്യൂരിറ്റീസ് ഡിസ്പോസ് ചെയ്തിട്ടാണ് ബാങ്കുകൾ എന്ത് ചെയ്യുക, ആ ലോൺ എമൗണ്ട് റിക്കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വെറുതെ ഒരു സെക്യൂരിറ്റി അക്സെപ്റ്റ് ചെയ്താൽ പോരാ, ആ സെക്യൂരിറ്റിക്ക് മുകളിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ബോറോവർ ഡീഫോൾട്ട് വരുത്തുമ്പോൾ ബാങ്കിന് അതെടുത്ത് ഡിസ്പോസ് ചെയ്തിട്ട് എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് സെക്യൂരിറ്റിയുടെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓൺ സെക്യൂരിറ്റീസ് എന്നുള്ളൊരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. So there are 5 modes of creating charge on securities. The modes or methods are lien, pledge, hypothecation, mortgage and assignment. അപ്പോൾ ഇതിൽ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് പഠിക്കാം. The first mode is lien. അപ്പോൾ നമുക്ക് ലീൻ എന്താണെന്ന് നോക്കാം. Lien is the right of one person to retain the property in possession of another person until the certain demands of the person in possession are satisfied. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടി കയ്യിൽ വെച്ചിരിക്കാനുള്ള അവകാശത്തെയാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരാൾ കുറച്ച് പൈസ തരാനുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾ ആ പൈസ തിരിച്ചു തരുന്നത് വരെ അയാളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ആ പ്രോപ്പർട്ടി കയ്യിൽ വെച്ചിരിക്കാം. അതിനുള്ള അവകാശത്തെയാണ് ലീൻ എന്ന് പറയുന്നത്. സപ്പോസ് ഞാനൊരു ടൈലറാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരാൾ എൻ്റെ അടുത്തൊരു തുണി സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നു, ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു തുണി കൊണ്ടു തന്നു. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ അയാൾ ആ 500 രൂപ തരുന്നത് വരെ എനിക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റിച്ച് ചെയ്ത സാധനം എൻ്റെ കയ്യിൽ തന്നെ വെക്കാം. ആക്ച്വലി ആ സാധനം എൻ്റേതല്ലല്ലോ, അയാളുടെ ആണല്ലോ തുണി. സ്റ്റിച്ച് ചെയ്തിട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ അയാൾ 500 രൂപ തരുന്നത് വരെ എനിക്ക് ആ ഷർട്ട് എൻ്റെ കയ്യിൽ തന്നെ വെക്കാം. ആ അവകാശമാണ് റൈറ്റ് ഓഫ് ലീൻ. അതായത് മറ്റൊരു വ്യക്തിയുടെ സാധനം നമ്മളുടെ കയ്യിൽ വെച്ചിരിക്കാനുള്ള അവകാശമാണ് റൈറ്റ് ഓഫ് ലീൻ. അയാളുടെ കയ്യിൽ നിന്നും പൈസ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ അയാൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ നമുക്ക് അയാളുടെ പ്രോപ്പർട്ടി കയ്യിൽ വെച്ചിരിക്കാം. അതിനുള്ള റൈറ്റിനെയാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് മോഡ് ഈസ് പ്ലെഡ്ജ്. അപ്പോൾ നമുക്ക് പ്ലെഡ്ജ് എന്താണെന്ന് നോക്കാം. പ്ലെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും കടം വാങ്ങുമ്പോൾ, അതിപ്പോൾ ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും പൈസ കടം വാങ്ങുന്ന സമയത്ത് ആ പൈസ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് കടം കൊടുക്കുന്ന വ്യക്തി സെക്യൂരിറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ കടം വാങ്ങുന്ന വ്യക്തി സെക്യൂരിറ്റി ആയിട്ട് അയാളുടെ കൈവശമുള്ള ഒരു മൂവബിൾ ഗൂഡ്സ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ ബാങ്കിൽ നിന്നും ഒരു 50,000 രൂപ ലോൺ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ലോൺ തിരിച്ചടക്കും എന്നുള്ള ഒരു ഉറപ്പ് ബാങ്കിന് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാങ്ക് എൻ്റെ കയ്യിൽ നിന്നും ഒരു മൂവബിൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു മൂവബിൾ ഗൂഡ്സ് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങി വയ്ക്കുന്നു. അതിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വെച്ച സെക്യൂരിറ്റി എപ്പോഴേ തിരിച്ചു കിട്ടുള്ളൂ, നമ്മൾ ആ ലോൺ തിരിച്ചടച്ച് കഴിയുമ്പോൾ മാത്രമേ വെച്ച സെക്യൂരിറ്റി തിരിച്ചു തരുള്ളൂ. അതുവരെ ബാങ്ക് ആ സെക്യൂരിറ്റി യൂസ് ചെയ്യില്ല, അവരവിടെ വെക്കത്തേ ഉള്ളൂ. നമ്മൾ എപ്പോഴാണോ ആ ലോൺ തിരിച്ചടക്കുന്ന സമയത്ത് നമ്മളുടെ സെക്യൂരിറ്റി നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ഇതാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെഡ്ജിൽ 2 വ്യക്തികളാണുള്ളത്, പ്ലെഡ്ജറും അതുപോലെ തന്നെ പ്ലെഡ്ജിയും. പ്ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ സെക്യൂരിറ്റി വെക്കുന്നത്, അതായത് ആരാണോ അവിടെ കടമെടുക്കുന്നത് അയാളായിരിക്കുമല്ലോ സെക്യൂരിറ്റി വെക്കുക. അപ്പോൾ സെക്യൂരിറ്റി വെക്കുന്ന വ്യക്തിയെ നമ്മൾ പ്ലെഡ്ജർ എന്ന് പറയും, അല്ലെങ്കിൽ പോണർ എന്ന് പറയും. ഓക്കെ, ഇനി ആർക്കാണോ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കുന്നത് അവരെ പ്ലെഡ്ജി അല്ലെങ്കിൽ പോണി എന്നാണ് പറയുക. അപ്പോൾ ബാങ്കിലാണ് നമ്മൾ സെക്യൂരിറ്റി വെക്കുന്നത്, അപ്പോൾ ബാങ്കാണ് ഇവിടെ പ്ലെഡ്ജി അല്ലെങ്കിൽ പോണി. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന സാധനം മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് പാസ്ബുക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ പ്ലെഡ്ജ് ചെയ്യാം. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി. ഓക്കെ, അതാണ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് ദ മീനിങ് ഓഫ് പ്ലെഡ്ജ്. ദ നെക്സ്റ്റ് മോഡ് ഈസ് ഹൈപ്പോത്തിക്കേഷൻ. അപ്പോൾ ഹൈപ്പോത്തിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെഡ്ജ് പോലെ തന്നെയാണ്. നമ്മൾ ബാങ്കിൽ നിന്നോ മറ്റോ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മളുടെ പേരിലുള്ള, നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഒരു മൂവബിൾ ഗൂഡ്സ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നു.
അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്ലെഡ്ജിൻ്റെ കേസിൽ നമ്മൾ സെക്യൂരിറ്റി ബാങ്കിനെയാണ് ഏൽപ്പിക്കുക. ഓക്കെ, ബാങ്കിൻ്റെ ആയിരിക്കും പൊസിഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മളുടെ കൈവശമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഒരു മൂവബിൾ ഗുഡ്സ് ബാങ്കിൻ്റെ പൊസിഷനിലേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ബാങ്കിൽ വയ്ക്കുന്നു. അതാണ് പ്ലെഡ്ജ്. പക്ഷേ ഹൈപ്പോത്തിക്കേഷൻ്റെ കേസിൽ നമ്മൾ ആ ഗൂഡ്സ് ബാങ്കിനെ ഏൽപ്പിക്കുന്നില്ല. ഗൂഡ്സ് നമ്മളുടെ കയ്യിൽ തന്നെയായിരിക്കും, പൊസിഷൻ ഉണ്ടാവുക നമ്മളുടെ കയ്യിൽ തന്നെയായിരിക്കും. പക്ഷേ ബാങ്ക് ആ ഗൂഡ്സിൻ്റെ മുകളിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യും. അഥവാ നമ്മൾ ആ ലോണ് തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം, ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഗൂഡ്സ് ഡിസ്പോസ് ചെയ്തിട്ട് ബാങ്കിൻ്റെ ലോൺ എമൗണ്ട് റിക്കവർ ചെയ്യാം. ഓക്കെ, ഇതാണ് വ്യത്യാസം. പ്ലെഡ്ജിൻ്റെ കേസിൽ നമ്മൾ ആ ഗൂഡ്സ് എന്ത് ചെയ്യണം, ബാങ്കിനെ ഏൽപ്പിക്കണം, പൊസിഷൻ ബാങ്കിനായിരിക്കും. പക്ഷേ ഹൈപ്പോത്തിക്കേഷൻ്റെ കേസിൽ നമ്മൾ ആ ഗൂഡ്സ് ബാങ്കിനെ ഏൽപ്പിക്കുന്നില്ല, പൊസിഷൻ നമ്മളുടെ കയ്യിൽ തന്നെയായിരിക്കും. പക്ഷേ എപ്പോഴാണോ നമ്മൾ ലോൺ തിരിച്ചടക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ ഡീഫോൾട്ട് വരുത്തുന്നത്, അപ്പോൾ ബാങ്കിന് എന്ത് ചെയ്യാം, നമ്മളുടെ കയ്യിൽ നിന്നും ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഗൂഡ്സ് വാങ്ങിച്ചിട്ട് ബാങ്കിനത് വിറ്റിട്ട് ബാങ്കിൻ്റെ ലോൺ എമൗണ്ട് റിക്കവർ ചെയ്യാം. ഇതാണ് പ്ലെഡ്ജും ഹൈപ്പോത്തിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് മോഡ്ഗേജ്. അപ്പോൾ മോഡ്ഗേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിൽ വെക്കുകയാണെങ്കിൽ അതിനെയാണ് മോഡ്ഗേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ തൊട്ട് മുമ്പുള്ള പ്ലെഡ്ജിലും ഹൈപ്പോത്തിക്കേഷനിലും പറഞ്ഞത് മൂവബിൾ ഗുഡ്സിനെ കുറിച്ചാണ്. നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഒരു മൂവബിൾ ഗുഡ്സ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതാണ് പ്ലെഡ്ജും ഹൈപ്പോത്തിക്കേഷനും. അതിൻ്റെ ഡിഫറൻസ് ഓൾറെഡി പറഞ്ഞതാണ്. ഇനി മോഡ്ഗേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ പണയമായിട്ട് നൽകുന്നത് ബാങ്കിന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലാൻഡോ ബിൽഡിങ്ങോ, നമ്മളുടെ പേരിലുള്ള ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പണയം വെച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിന് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജിനെയാണ് മോഡ്ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. പ്ലെഡ്ജിൻ്റെയും ഹൈപ്പോത്തിക്കേഷൻ്റെയും കേസിൽ അവിടെ സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കുന്ന ഗൂഡ്സ് മൂവബിൾ ഗൂഡ്സ് ആണ്. പക്ഷേ മോഡ്ഗേജിൻ്റെ കേസിൽ സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കുന്ന ഗൂഡ്സ് ഇമ്മൂവബിൾ ഗൂഡ്സ് ആണ്. ഇനി ടൈപ്സ് ഓഫ് മോഡ്ഗേജസ് നോക്കാം. ഒരു 8 ടൈപ്പ് മോഡ്ഗേജ് ഉണ്ട്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ മോഡ്ഗേജ്. സിമ്പിൾ മോഡ്ഗേജിനെ രജിസ്റ്റേർഡ് മോഡ്ഗേജ് എന്ന് കൂടി പറയാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 വ്യക്തികളാണല്ലോ ഉണ്ടാവുക. ഒരാൾ ലോൺ എടുക്കുന്ന വ്യക്തിയും ഒരാൾ ലോൺ കൊടുക്കുന്ന വ്യക്തിയും. അപ്പോൾ ഇവിടെ ലോൺ എടുക്കുന്ന ആളെ മോഡ്ഗേജർ എന്നാണ് പറയാം. ഓക്കെ, ആരാണോ സെക്യൂരിറ്റി വെച്ചിട്ട് ലോൺ എടുക്കുന്നത്, മോഡ്ഗേജിൻ്റെ കേസിൽ അയാളെ മോഡ്ഗേജർ എന്ന് പറയും. ഇനി ബാങ്ക് ആണല്ലോ ലോൺ കൊടുക്കുന്നത്, ബാങ്കിനെ എവിടെ മോഡ്ഗേജി എന്നാണ് പറയാം. അപ്പോൾ സിമ്പിൾ മോഡ്ഗേജിൻ്റെ കേസിൽ മോഡ്ഗേജർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. അതായത് അഥവാ ഞാൻ എടുത്ത ലോൺ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ എൻ്റെ പേരിലുള്ള ഈ സെക്യൂരിറ്റി വിറ്റിട്ട് ബാങ്കിന് എന്ത് ചെയ്യാം, ബാങ്കിന് അവരുടെ പൈസ എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. സൈൻ ചെയ്യേണ്ടത് മോഡ്ഗേജറാണ്. ഓക്കെ, എന്നിട്ട് മോഡ്ഗേജർ ഈ സെക്യൂരിറ്റിയുടെ പൊസിഷൻ അയാളുടെ കയ്യിൽ തന്നെ വെക്കാം. ബാങ്കിന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡോക്യുമെൻറ്റ്സ് ബാങ്കിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല, മോഡ്ഗേജർക്ക് തന്നെ കൈവശം വയ്ക്കാം. ഒരു എഗ്രിമെൻറ്റ് മാത്രം സൈൻ ചെയ്താൽ മതി. അതായത് അഥവാ ഞാൻ ഈ ലോൺ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ഈ സെക്യൂരിറ്റി വിറ്റിട്ട് നിങ്ങൾക്ക് ആ പൈസ എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ മതി. ആ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പൊസിഷൻ ബാങ്കിനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് സിമ്പിൾ മോഡ്ഗേജ്. ഇനി രണ്ടാമത്തേതാണ് മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. അപ്പോൾ മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോഡ്ഗേജ് ആയിട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ പണയമായിട്ട് വയ്ക്കുന്ന സെക്യൂരിറ്റി വിറ്റതുപോലെയാണ് കണക്ക് വെക്കുക. അതായത് സെയിൽ ചെയ്തതുപോലെ, പക്ഷേ ബേസ്ഡ് ഓൺ എ കണ്ടീഷനാണ്. അഥവാ ഈ ലോൺ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ മാത്രമേ ആ സെയിൽ ആബ്സല്യൂട്ട് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മോഡ്ഗേജ് നടക്കുന്ന സമയത്ത് തന്നെ അതൊരു കണ്ടീഷണൽ സെയിൽ പോലെയാണ് പരിഗണിക്കുക. അപ്പോൾ അയാൾ ലോൺ തിരിച്ചടച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ആ വെച്ച സെക്യൂരിറ്റി തിരിച്ച് കിട്ടും. പക്ഷേ അയാൾ ലോൺ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ആ സെക്യൂരിറ്റി ബാങ്കിലേക്ക് വിറ്റതുപോലെയാണ് കണക്കാക്കുക. അതിനെയാണ് മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ലോൺ എടുത്ത ആളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഡീഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ബാങ്കിന് എന്ത് ചെയ്യാം, ബാങ്കിന് അത് സെയിൽ ചെയ്തതുപോലെ പരിഗണിച്ചിട്ട് ബാങ്കിന് അതെടുത്ത് വിൽക്കാം. അതിനുള്ള അധികാരം അവിടെയുണ്ട്. അതാണ് മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. ഇനി മൂന്നാമത്തേതാണ് ഇംഗ്ലീഷ് മോഡ്ഗേജ്. ഇംഗ്ലീഷ് മോഡ്ഗേജിൻ്റെ കേസിൽ ബോറോവർ ലെൻഡറുടെ പേരിലേക്ക് പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം ലോൺ എടുക്കുന്ന സമയത്ത്. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്. എപ്പോഴാണോ ഈ എടുത്ത ലോൺ തിരിച്ചടക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ്റെ പുറത്ത് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനെയാണ് ഇംഗ്ലീഷ് മോഡ്ഗേജ് എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. ലോൺ എടുക്കുന്ന സമയത്ത് ലോൺ എടുക്കുന്ന വ്യക്തി ലെൻഡറുടെ പേരിലേക്ക് പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. പക്ഷെ ഒരു കണ്ടീഷൻ്റെ ബേസിലാണ്. ലോൺ എപ്പോഴാണോ തിരിച്ചടക്കുന്ന സമയത്ത് പ്രോപ്പർട്ടി തിരിച്ചു തരണം എന്നുള്ളൊരു കണ്ടീഷൻ്റെ പുറത്താണ്
ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് ഇംഗ്ലീഷ് മോർഗേജ്. ഇനി നാലാമത്തെ ടൈപ്പാണ് ഫിക്സഡ് റേറ്റ് മോർഗേജ്. ഫിക്സഡ് റേറ്റ് മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കേസിൽ ബോറോവർ ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ ലെൻഡറുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യും. അതായത് സാധാരണയായിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് പലിശ വാങ്ങാറില്ലേ ബാങ്ക്. അപ്പോൾ ഫിക്സഡ് റേറ്റ് മോർഗേജിൻ്റെ കേസിൽ ബോറോവറും ലെൻഡറും കൂടി ഒരു എഗ്രിമെൻറ്റിലെത്തും. അതായത് ഈ ലോണ് തീരുന്നത് വരെ ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരത്തില്ല, ഇൻട്രസ്റ്റ് സെയിം തന്നെയായിരിക്കും, കൂട്ടാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ ചെയ്യുന്ന മോർഗേജാണ് ഫിക്സഡ് റേറ്റ് മോർഗേജ്. ഓക്കെ. In this case, the lender assures the borrower that the rate of interest will remain the same throughout the loan period. അതായത് ലോണ് തീരുന്നത് വരെ, തുടക്കം മുതൽ അവസാനം വരെ ഇൻട്രസ്റ്റിൽ മാറ്റം ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ലെൻഡർ അവിടെ ബോറോവർക്ക് കൊടുക്കണം. അത്തരം ഒരു മോർഗേജാണ് ഫിക്സഡ് റേറ്റ് മോർഗേജ്. ദ നെക്സ്റ്റ് ടൈപ്പ് ഈസ് യൂസുഫ്രാക്ചറി മോർഗേജ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് മോർഗേജ് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റാണ്. അതായത് ലോൺ നൽകുന്ന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മോർഗേജിൽ പണയമായിട്ട് നൽകുന്ന പ്രോപ്പർട്ടി ബാങ്കിന് യൂസ് ചെയ്യാം. അതായത് ബാങ്കിന് ഈ ലോൺ പീരീഡ് അവസാനിക്കുന്നത് വരെ ബാങ്കിന് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. മറ്റുള്ള ടൈപ്പിലൊന്നും പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ യൂസുഫ്രാക്ചറി മോർഗേജിൽ ബാങ്കിന് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പർപ്പസിന് യൂസ് ചെയ്തിട്ട് അതിലൂടെ ബെനിഫിറ്റ് നേടാം. ഇതിൻ്റെ അർത്ഥം ആ പ്രോപ്പർട്ടിയുടെ മൊത്തം കൺട്രോൾ ബാങ്കിന് കിട്ടുമെന്നല്ല. ബാങ്കിന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, എന്നാൽ കൂടി അതിൻ്റെ മെയിൻ റൈറ്റ്സ് ഒക്കെ ഓണർക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. ബാങ്കിന് വേണമെങ്കിൽ അത് റെൻറ്റിന് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുകയോ ചെയ്യാം, പക്ഷേ വിൽക്കാനുള്ള അധികാരമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് യൂസുഫ്രാക്ചറി മോർഗേജ്. ദ നെക്സ്റ്റ് വൺ, അനോമലസ് മോർഗേജ്. അനോമലസ് മോർഗേജ് എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞ മറ്റുള്ള മോർഗേജുകളിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോർഗേജസ്. അതായത് പല ടൈപ്പ് മോർഗേജിൻ്റെ ഒരു കോമ്പിനേഷനാണ് അനോമലസ് മോർഗേജ് എന്ന് പറയുന്നത്. അത് സിമ്പിൾ മോർഗേജ് അല്ല, മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ അല്ല, ഇംഗ്ലീഷ് മോർഗേജ് അല്ല, ഫിക്സഡ് റേറ്റ് മോർഗേജ് അല്ല, യൂസുഫ്രാക്ചറി മോർഗേജ് അല്ല, ഇക്വിറ്റബിൾ മോർഗേജ് അല്ല. ഇതൊന്നുമല്ലാത്ത ഒരു ടൈപ്പാണ് അനോമലസ് മോർഗേജ്. അതായത് പല മോർഗേജുകളുടെ ഒരു കോമ്പിനേഷൻ രൂപമാണ് അനോമലസ് മോർഗേജ്. അതിന് പല ടൈപ്പ് മോർഗേജുകളുടെ എല്ലാ സവിശേഷതകളും ഈ ഒരു മോർഗേജിനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് സിംഗിളായിട്ട് പറയാൻ പറ്റില്ല, ഇത് പല മോർഗേജുകളുടെ ഒരു കോമ്പിനേഷനാണ്. ഇനി ഏഴാമത്തേതാണ് ഇക്വിറ്റബിൾ മോർഗേജ്. ഇക്വിറ്റബിൾ മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഗേജ് ചെയ്യുന്ന സമയത്ത് മോർഗേജർ അയാളുടെ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡ്സ്, അതായത് ഓണർഷിപ്പ് കാണിക്കുന്ന ഡോക്യുമെൻറ്റുകൾ ലെൻഡറെ ഏൽപ്പിക്കണം. ഓക്കെ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് മോർഗേജ് ദ ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ദ പ്രോപ്പർട്ടി ആർ ഗിവൺ ടു ദ ലെൻഡർ. ലോൺ എടുക്കുന്ന സമയത്ത് മോർഗേജർ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡ്, അതായത് ഓണർഷിപ്പ് കാണിക്കുന്ന ഡോക്യുമെൻറ്റുകൾ ബാങ്കിനെ ഏൽപ്പിക്കണം. ഓക്കെ, അതാണ് ഇക്വിറ്റബിൾ മോർഗേജ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റിവേഴ്സ് മോർഗേജ്. ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് മോർഗേജ്, ദ ലെൻഡർ ലെൻഡ്സ് മണി ടു ദ ബോറോവർ ഓൺ എ മന്ത്ലി ബേസിസ്. That means the entire amount of the loan is divided into various installments and the lender gives the borrower that money in installments. അതായത് റിവേഴ്സ് മോർഗേജിൻ്റെ കേസിൽ മൊത്തം ലോൺ എമൗണ്ടും ഒന്നിച്ചല്ല കൊടുക്കുക. ലോൺ എമൗണ്ടിനെ തന്നെ പല പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും ഓരോ മാസമാണ് കൊടുക്കുക. സാധാരണ നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്ന സമയത്ത് ലോൺ എമൗണ്ട് ഒന്നിച്ചാണ് കിട്ടുക. പക്ഷേ റിവേഴ്സ് മോർഗേജിൻ്റെ കേസിൽ ലോൺ തരുന്നത് എങ്ങനെയാണ്? പല പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ്, ഒന്നിച്ചല്ല തരിക. മന്ത്ലി ബേസിസിൽ ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ലോൺ തരിക. അതാണ് റിവേഴ്സ് മോർഗേജ്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് മോർഗേജ് എന്നുള്ളൊരു ടോപ്പിക്കിൽ വരുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് മോഡ്, ദാറ്റ് ഇസ് അസൈൻമെൻറ്റ്. An assignment is an agreement by which the right, interest or title in a property or debt is transferred by one person to another. അതായത് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് പ്രകാരം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു പ്രോപ്പർട്ടിയിലുള്ള ഒരു റൈറ്റോ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് അസൈൻമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് വ്യക്തികളുണ്ട്. ആ വ്യക്തികളിൽ ഒരു വ്യക്തി അയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടി, അതിലുള്ള റൈറ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത്തരം ഒരു എഗ്രിമെൻ്റാണ് അസൈൻമെൻറ്റ്. ദ പേഴ്സൺ ഹു അസൈൻസ് ദ പ്രോപ്പർട്ടി ഈസ് കോൾഡ് ദ അസൈനർ. ആരാണോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളെ അസൈനർ എന്ന് പറയും. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്, ഇനി ആർക്കാണോ ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയെ നമ്മൾ അസൈനി എന്ന് പറയാം. ഓക്കെ,
സാധാരണ ഈ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്നത് ആക്ഷനബിൾ ക്ലെയിംസിൻ്റെ മുകളിലാണ്. ബുക്ക് ഡെപ്റ്റ്, ഇൻഷുറൻസ് ക്ലെയിം, ബാങ്ക് ഡെപ്പോസിറ്റ് പോലുള്ള ആക്ഷനബിൾ ക്ലെയിംസിൻ്റെ മുകളിലാണ് സാധാരണ അസൈൻമെൻറ്റ്സ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പോൾ 2 ടൈപ്പ് അസൈൻമെൻറ്റ്സ് ആണുള്ളത്, ലീഗൽ അസൈൻമെൻറ്റും ഇക്വിറ്റബിൾ അസൈൻമെൻറ്റും. ഇപ്പോൾ ലീഗൽ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an assignment which satisfies all the legal requirements of an assignment. ഒരു അസൈൻമെൻറ്റിന് വേണ്ട എല്ലാ ലീഗൽ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു അസൈൻമെൻറ്റ് ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് ലീഗൽ അസൈൻമെൻറ്റ്. അത് ഇൻ റൈറ്റിംഗ് ആയിരിക്കും. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കിയ അസൈൻമെൻറ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ്. ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൈൻമെൻറ്റിന് വേണ്ട എല്ലാ ലീഗൽ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യാത്ത അസൈൻമെൻറ്റുകളെയാണ് ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്, ലീഗലിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ലീഗൽ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൈൻമെൻറ്റിന് വേണ്ട എല്ലാ ലീഗൽ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന അസൈൻമെൻറ്റാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ്. അപ്പോൾ ഇത്രയുമാണ് വേരിയസ് ടൈപ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓൺ സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ വേരിയസ് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓൺ സെക്യൂരിറ്റീസ് എന്നുള്ളൊരു ടോപ്പിക്കിൽ വരുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മറ്റൊരു ടോപ്പിക്ക് പഠിക്കാം, ദാറ്റ് ഈസ് ഗ്യാരണ്ടി. അപ്പോൾ ഓൾറെഡി BRF എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ പഠിച്ചൊരു ടോപ്പിക്കാണ് ഗ്യാരണ്ടി. The term guarantee may be defined as it's an undertaking by one person to pay the amount due from another person. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും കടം വാങ്ങുന്ന സമയത്ത് മൂന്നാമതൊരു വ്യക്തി വന്നിട്ട് ജാമ്യം നിൽക്കുന്നതിനെയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിയുടെ കയ്യിൽ നിന്നും കുറച്ച് എമൗണ്ട് കടം വാങ്ങുന്നു. അപ്പോൾ സി എന്നൊരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഈ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ആൻ അണ്ടർടേക്കിംഗ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ ടു പേ ദ എമൗണ്ട് ഡ്യൂ ഫ്രം അനദർ പേഴ്സൺ. മറ്റൊരാൾ കൊടുക്കേണ്ട പൈസ അയാൾ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ ജാമ്യം നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസാണുള്ളത്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഷ്യൂറിറ്റി ആൻഡ് ക്രെഡിറ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ കടം വാങ്ങുന്നത്, ആരാണോ അവിടെ പണം തിരിച്ചടക്കാതെ ഡീഫോൾട്ട് വരുത്തുന്നത്, അയാളെയാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അവിടെ കടം നൽകുന്ന വ്യക്തിയാണ് ക്രെഡിറ്റർ. ഇനി മൂന്നാമത്തെ ആളാണ് ഷ്യൂറിറ്റി. ഷ്യൂറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അവിടെ ഗ്യാരണ്ടി നിൽക്കുന്നത്, ആരാണ് അവിടെ ജാമ്യം നിൽക്കുന്നത്, അയാളെയാണ് ഷ്യൂറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A lends money to B and C promises A that if B fails to repay, he will pay the money. അതായത് ബിക്ക് കുറച്ച് പൈസ കടം നൽകുന്നു. അപ്പോൾ സി എന്ന് പറയുന്ന ഒരു വ്യക്തി എക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, അഥവാ ബി പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ബിക്ക് പകരം ഞാൻ തന്നുകൊള്ളാം എന്നിവിടെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഇതാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 വ്യക്തികളുണ്ട്, A, B ആൻഡ് C. അവിടെ പൈസ കടം കൊടുക്കുന്ന വ്യക്തിയാണ്, അയാളെ ക്രെഡിറ്റർ എന്ന് പറയും. ബി അവിടെ കടം വാങ്ങുന്ന വ്യക്തിയാണ്, BA പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയും. ഇനി സി എന്ന് പറയുന്ന വ്യക്തി അവിടെ ഗ്യാരണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്, അയാളെ ഷ്യൂറിറ്റി അഥവാ ഗ്യാരണ്ടർ എന്ന് പറയും. ഓക്കെ, ഇതാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി.